ഹലോ മൈ ഗായ്സ്. അപ്പോൾ ഞാനിന്ന് പറയാൻ പോണത് എൻ്റെ ഒപ്പീനിയനിൽ ഏറ്റവും ബെസ്റ്റ് ബയൺ സ്ക്വാഡിനെ പറ്റിയാണ്. ബയണെ പറ്റി പറയുകയാണെങ്കിൽ ജർമ്മനിയിൽ തന്നെ ഏറ്റവും നല്ല ഒരു ക്ലബ്ബാണ് ബയൺ മ്യൂണിക്ക്. അപ്പം ഒരുപാട് ലെജൻസ് കളിച്ച ഒരു ക്ലബ്ബാണ് ബയൺ. അപ്പം ബയണെ പറ്റി എത്ര പറഞ്ഞാലും തീരില്ല. എന്നാലും എൻ്റെ ഒപ്പീനിയനിൽ ഏറ്റവും ബെസ്റ്റ് ബയൺ മ്യൂണിക് സ്ക്വാഡാണ് ഞാൻ പറയാൻ പോണത്. അപ്പോൾ ഗോൾ കീപ്പറായിട്ട് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഒലീവർ കാനാണ്, പിന്നുള്ളത് നമ്മുടെ സ്വന്തം ന്യൂ ഇയർ ആണ്. ഇപ്പോൾ ഞാൻ തൽക്കാലം ന്യൂ ഇയറിനെ ടീമിൽ വെച്ചിട്ട് ഒലിവർ ഖാനെ സബ്സ്റ്റിറ്റ്യൂട്ടാണ് വെക്കുന്നത്. ലെഫ്റ്റ് ബാക്കിൽ നമുക്കുള്ളത് ലിസറാസു ആണ്, ഫ്രഞ്ച് ഡിഫൻഡറാണ് ലിസറാസു. നല്ല പെർഫോമൻസ് ആയിരുന്നു ബയണിന് വേണ്ടി. ബുണ്ടസ് ലീഗിലും ചാമ്പ്യൻസ് ലീഗിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. സെൻറ്റർ ബാക്കായിട്ട് നമുക്കുള്ളത് ബയണിലത്തെ ജർമ്മനിലത്തെ ഒരു ലെജൻഡാണ് ബെക്കൻബോർ. ഡിഫൻഡറായിട്ട് ഡിസേർവ് ചെയ്ത് രണ്ട് ബാലൻഡോർ നേടിയൊരു പ്ലെയറാണ് ബെക്കൻബോർ. റാമോസുക്കും മാൾഡിനെയൊക്കെ വളരെ നന്നായി കളിച്ചിട്ടും അവർക്കൊന്നും ബാലൻഡോർ ഇല്ല. എന്നാൽ ഫ്രാൻസ് ബെക്കൻബോറിന് രണ്ട് ബാലൻഡോറാണ് ലഭിച്ചിട്ടുള്ളത്. പിന്നുള്ളത് ലുസിയോയാണ്. ഇതേപോലെ ലുസിയോയും ഭയങ്കര സ്ട്രെങ്ത് ഉള്ളൊരു പ്ലെയറാണ്. ബയൺ മ്യൂണിക്കിന് വേണ്ടി കളിച്ചു. ബ്രസീലിയൻ പ്ലെയറാണ്. ബ്രസീലിന് വേണ്ടിയും ബയണിന് വേണ്ടിയും കുറേ വിജയങ്ങൾ നേടി. പിന്നുള്ളത് റൈറ്റ് ബാക്ക് ഫിലിപ്പ് ലാം. വൺ ഓഫ് ദ ബെസ്റ്റ് റൈറ്റ് ബാക്ക് ഇൻ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഹിസ്റ്ററിയിൽ, ബുണ്ടസ് ലീഗിൻ്റെ ഹിസ്റ്ററിയിൽ, ജർമ്മൻ്റെ ഹിസ്റ്ററിയിൽ, ബയണിൻ്റെ ഹിസ്റ്ററിയിൽ അത്രയും ബെസ്റ്റ് റൈറ്റ് ബാക്കായിരുന്നു ഫിലിപ്പ് ലാം. അദ്ദേഹത്തിൻ്റെ ക്രോസുകളും ഗോളുകളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ബയൺ മ്യൂണിക്കിനാണ് നല്ലോണം കളിച്ചു. ബുണ്ടസ് ലീഗ് നേടി, ചാമ്പ്യൻസ് ലീഗ് നേടി. കുറേ കാലം ബയൺ മ്യൂണിക്കിന് വേണ്ടി കളിച്ച താരമായിരുന്നു ഫിലിപ്പ് ലാം. പിന്നുള്ളത് ഫോർമേഷൻ ഞാൻ പറയാൻ മറന്നുപോയി ഗൈസ്. 4-1-2-1-2 നാരോ, അതായത് ഇഞ്ഞൊരു CDM ആയിരിക്കും. എല്ലാവർക്കും അറിയാലോ ലോത്താറ മത്തൗസ്. അതെ, നമ്മളെ CDM മത്തൗസാണ്. ഈ ടീം ജർമ്മൻ ടീം ആയതുകൊണ്ട് അധിക പ്ലേയേഴ്സും ജർമ്മനിയിൽ നിന്നാണ്. ജർമ്മനിയിൽ നിന്നല്ലാത്ത പ്ലെയർ ആകുള്ളത് ലുസിയോയും ലിസറാസും മാത്രമാണ്. ബാക്കി 9 പ്ലെയേഴ്സും ജർമ്മനിയിൽ തന്നെയാണ്. അപ്പം അടുത്ത നമ്മുടെ പ്ലെയർ നമ്മുടെ CDM ആണ്. CDM ആയിട്ട് നമുക്കുള്ളത് ലോത്തർ മത്താവോസ്, ബാലൻഡോർ വിന്നറാണ്. നല്ല പെർഫോമൻസ് ആയിരുന്നു, ഡിഫൻസീവ് മിഡ്ഫീൽഡർ. പിന്നുള്ളത് സെൻട്രൽ മിഡ് സ്വയൻസ്റ്റൈഗറാണ്. സ്വയൻസ്റ്റൈഗറും നല്ല പെർഫോമൻസ് ആയിരുന്നു. ബയണിലും ജർമ്മനിയിലും വേണ്ടി നന്നായി കളിച്ചു, യുണൈറ്റഡിന് വേണ്ടി കളിച്ചു. നല്ല പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അയാൾ കാഴ്ചവെച്ചിരുന്നത്. ഇനിയുള്ളത് ടോണി ക്രൂസാണ് എൻ്റെ അടുത്ത സെൻട്രൽ മിഡ്. ഒരുപാട് ലെജൻസ് ഉണ്ടെങ്കിലും എനിക്ക് ടോണി ക്രൂസിനെ പ്രത്യേക ഒരു ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ പാസസ് ആദ്യമായിട്ട് ഞാൻ വിചാരിച്ചിരുന്നത് ടോണി ക്രൂസ് ഭയങ്കര ഒരു സംഭവമൊന്നുമില്ല, അങ്ങനെ ഒരു ഇതായിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. പിന്നെ ഇപ്പം അടുത്താണ് മാസ്റ്റർ ഓഫ് ക്രൂസ് പറഞ്ഞിട്ടൊരു വീഡിയോ ഷോർട്ട് കാണുന്നത്. അതിലാണ് ഞാൻ ക്രൂസിലാക്കി ഇമ്പ്രസ് ആയത്. അത്രയും നല്ല പാസ്സുകളായിരുന്നു ക്രൂസിൻ്റെ. വിനിക്ക് ഒരു ടച്ചിന് ഗോളാക്കാൻ പറ്റുന്ന അത്രയും പെർഫെക്റ്റ് ആയിട്ടായിരുന്നു ക്രൂസിൻ്റെ പാസ്സുകളുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഷോട്ടുകളും റയൽ മാഡ്രിഡിന് വേണ്ടി 2024 വരെ അദ്ദേഹം കളിച്ചു. ഒരുപാട് വിജയങ്ങൾ നേടിക്കൊടുത്തു. ബയൺ മ്യൂണിക്കിനായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അതേപോലെ സാബി അലോൺസോ മറ്റൊരു മിഡ്ഫീൽഡറാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് ലാസ്റ്റ് പറയാം. പിന്നുള്ളത് ക്യാമുള്ളത് നമ്മളെ സ്വന്തം തോമസ് മുള്ളർ. ബയണിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് തോമസ് മുള്ളറിന് പറയാൻ പറ്റുന്ന അത്രയും ബെസ്റ്റ് പ്ലെയറായിരുന്നു തോമസ് മുള്ളർ. അദ്ദേഹത്തിന് ഈ ഏജിൽ ഇപ്പം അയാൾ ബയണ് കളിക്കണില്ലെങ്കിലും അയാൾ 30 വയസ്സിന് ശേഷം ഏജ് ഈസ് ജസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. രണ്ട് സ്ട്രൈക്കേഴ്സായിട്ട് ക്ലോസയോ ഇതേപോലെ ജർമ്മൻ പ്ലെയറാണ്. ബയണിന് വേണ്ടി നല്ലോണം കളിച്ച ഒരു സ്ട്രൈക്കറാണ് ക്ലോസെ. പിന്നുള്ളത് ജേഡ് മുള്ളർ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ജേഡ് മുള്ളറാണെന്ന് തോന്നുന്നു. എനിക്ക് പ്രൊണൗൺസ് ചെയ്യാൻ കറക്റ്റ് അറിയില്ല. ജി ആണോ അത് നമ്മൾ എന്നാണ് പറയാന്ന്. ബാലൻഡോർ വിന്നറാണ് മുള്ളർ. മറ്റേത് തോമസ് മുള്ളറാണ്, ഇത് ജേഡ് മുള്ളറാണ്. ബാലൻഡോർ വിന്നറാണ്. ബയണിന് വേണ്ടി നല്ലോണം കളിച്ചു പ്ലെയറാണ്. അപ്പം ഇതാണ് നമ്മുടെ എൻ്റെ ഒപ്പീനിയനിൽ ഏറ്റവും ബെസ്റ്റ് ബയൺ സ്ക്വാഡ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബയൺ താരം ആരാന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ടും കൂടി പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് സാബി അലോൺസോ ഉണ്ട്. അതേപോലെ ഒലീസനെ സബ്സ്റ്റിറ്റ്യൂട്ടാണ് ഗൈസ്. ഒലീസ നല്ലോണം കളിക്കുമായിരുന്നു. ഇപ്പം നല്ല കളിയാണ്. നോഷലൻ ഗായാണ് ഒലീസ.
എനിക്കൊരുപാട് ഇഷ്ടമാണ് കേട്ടോ ഒലീസൻ്റെ ആ പെർഫോമൻസും. ഒലീസൻ എനിക്കൊരു പ്രത്യേക ഇഷ്ടമായുണ്ട് ആസ് എ വിങ്ങർ. പിന്നെ മറ്റേ കാർലോ അൻസലോട്ടി ഇപ്പോൾ കോച്ചാണ് ബ്രസീലിൻ്റെ. നല്ല പെർഫോമൻസ് ആയിരുന്നു ബയേണിന് വേണ്ടി കാഴ്ചവെച്ചിരുന്നത്. അതേപോലെ സാബി അലോൺസോ ഇപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ കോച്ചാണ്. അദ്ദേഹവും ബയേണിന് വേണ്ടി നല്ല പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. സ്പാനിഷ് പ്ലെയറാണ് സാബി അലോൺസോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പം അടുത്ത വീഡിയോ വരുന്നവരെ ടാറ്റ ബൈ ബൈ.